നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ടതായ ഒരു ദിവസമാണ്. ഇന്ന് തൃക്കാർത്തികയാണ്. ദേവിയെ ശരിയായ രീതിയിൽ ഇന്നേ ദിവസം ആരാധിക്കുന്ന ഏതൊരു ഭക്തർക്കും ജീവിതത്തിൽ സൗഭാഗ്യവും ഐശ്വര്യവും നിറയും. വർഷം മുഴുവൻ ഈ സൗഭാഗ്യങ്ങൾ അവരെ തേടിയെത്തുന്നു എന്നതാണ് വാസ്തവം. ഇന്നേ ദിവസം ചെയ്യേണ്ടതായ കാര്യങ്ങൾ മൺചിരാതെ എവിടെയെല്ലാം തെളിയിക്കണം, ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കൂടി കാണുവാൻ ശ്രമിക്കുക. കാരണം ഇന്നേ ദിവസം ചില ആവശ്യങ്ങൾക്ക് പ്രത്യേകമായി വിളക്ക് തെളിയിക്കുന്നത് ആഗ്രഹം നടക്കുവാൻ സഹായകരമാണ്. ആ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ വിളക്ക് തെളിയിക്കുവാൻ ഏവരും ശ്രമിക്കുക. ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ കണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ആ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതായ ചില സൗഭാഗ്യങ്ങളെക്കുറിച്ച്, അവർ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. പ്രതീക്ഷിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടപ്പിലാക്കുവാൻ സാധിക്കുന്നതാണ്. തീരുമാനിച്ച കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാകുന്നു. ഈ സമയം നിങ്ങൾക്ക് മേന്മ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. കർമ്മരംഗത്ത് മികച്ച രീതിയിലുള്ള പ്രവർത്തനം തന്നെ കാഴ്ചവയ്ക്കുവാൻ സാധിച്ചു എന്ന് വരാം. പറയുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അനുകൂലമായി ഭവിക്കാവുന്നതുമാണ്. അല്ലെങ്കിൽ അവർക്കും ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മെച്ചപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകൾ അല്പം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും അനുകൂലമാകാം. സഹായങ്ങൾ പോലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നേട്ടങ്ങൾ കരസ്ഥമാക്കുകയും വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ തന്നെ പുരോഗതി ദൃശ്യമാകുന്നതായ സമയമാകുന്നു. അലച്ചിൽ ഒരു പരിധി വരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാകുന്നു. മകീരം നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമാക്കുന്നു. ഈ സമയം പ്രധാനമായും ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ പല കാര്യങ്ങളിലും പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാകുന്നു. ആഹ്ലാദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ അലച്ചിലുകൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മേലധികാരികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, പങ്കാളിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വന്നു ചേരാം. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. മധുരമായി സംസാരിക്കാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ സാധിക്കുന്നതായ സാഹചര്യവുമുണ്ട്. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയോ ഗുണകരമായ കാര്യങ്ങൾ നേടിയെടുക്കുകയോ ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് പരാമർശിക്കാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ഭാഗ്യദേവത പോലും കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. ചിത്തിര നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയരുന്നതായ സമയമാകുന്നു. തൊഴിൽപരമായ ചില മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. കൂടാതെ ഈ സമയം പല കാര്യങ്ങൾക്കും അഥവാ ഇഷ്ടപ്പെടുന്നതായ പല കാര്യങ്ങൾക്കും
സമയം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. കൂടാതെ ഈ സമയം പിന്തുണ നിങ്ങൾക്ക് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തികപരമായ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ശക്തി ആർജിച്ച് തന്നെ മുന്നോട്ട് പോകുവാനും കർമ്മരംഗത്ത് അല്ലെങ്കിൽ വന്നു ചേരുന്നതായ വെല്ലുവിളികളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. കൂടാതെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ഭൂമി ക്രയ വിക്രയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. അല്ലെങ്കിൽ സുഗമമായി നടക്കുവാനുള്ള സാധ്യതകൾ, കൈകളിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. പൂരം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് എന്ന് പരാമർശിക്കാം. പ്രശ്നവശാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിച്ചു എന്ന് വരാം. കൂടാതെ കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. കലാകാരന്മാർക്ക് അർഹിക്കുന്നതായ അവസരങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, പ്രശസ്തി വന്നു ചേരാം. ആഡംബരത്തിനായി പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ആരോഗ്യ കാര്യത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ഉപദേശം ശ്രദ്ധാപൂർവം കൈക്കൊള്ളുന്നതിലൂടെ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ചെയ്യുന്നതായ പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമാവുകയോ ഭാഗ്യം തുണയ്ക്കുകയോ നിലപാടുകളിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയോ ചെയ്യാം. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. തിരക്കുണ്ടാകും എങ്കിൽ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കുവാൻ സാധിച്ചു എന്ന് തന്നെ വരാം. കൂടാതെ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിൽപരമായോ ജീവിതത്തിൽ വന്നു ചേരാം. ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. അത്തം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. സ്ഥാനക്കയറ്റം വന്ന് ചേരാവുന്നതാണ്. വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമാകുന്നു. ധനം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സംഗമങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, ചില സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തു നിന്നും ധനം, പാരിതോഷികം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതുമാണ്. കൂടാതെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈ സമയം പ്രധാനമായും ബിസിനസ് പരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ പിടിച്ചു നിൽക്കുവാൻ ചില അവസരങ്ങളിൽ അല്പം പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരും. എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. തരക്കേടില്ലാത്ത വരുമാനം നേടുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. മനസ്സമാധാനം അല്പം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. മത്സരങ്ങളിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഹ്ലാദം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിധിയിൽ ഉയർച്ചയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. എന്നാൽ ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കടബാധ്യതകൾ താൽക്കാലികമായാണ് എങ്കിലും പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിശാഖം നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും ശരിയായ നിലപാടുകൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും.
കലാമേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം അധ്വാനത്തിന് തക്ക പ്രതിഫലം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും എങ്കിൽ പോലും ശ്രദ്ധയോടെ അത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ നഷ്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു. ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. നല്ല ഫലങ്ങൾ തന്നെ കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഈ സമയം പ്രധാനമായും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ഈ സമയം കാര്യവിജയങ്ങൾ വന്നു ചേരാം. കാര്യ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. വീടിനും വീട്ടുകാർക്കും ഐശ്വര്യം നൽകുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. സഹോദരങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം ദേവിയെ ആരാധിക്കുവാൻ മറക്കാതിരിക്കുക. മൂലം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. വിജയിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം പ്രധാനമായും പരസ്പര വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നതായ സമയമാകുന്നു. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്നതായ പല കാര്യങ്ങളിലും പൂർണ്ണ തൃപ്തി വന്നു ചേരുന്നതായ സമയമാകുന്നു. ധനപരമായ ആശങ്കകളുണ്ട് എങ്കിൽ പോലും ഒരു പരിധിവരെ അത്തരം ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ആരോഗ്യ കാര്യങ്ങളിൽ അല്പം പുരോഗതി പ്രകടമാകുന്നതായ സമയമാകുന്നു. എടുത്തുചാടാതെ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷമങ്ങളുണ്ട് എങ്കിൽ പോലും അതൊരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാം. ധനപരമായ ചില നേട്ടങ്ങൾ സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം സമയം നീട്ടിക്കിട്ടുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ താൽക്കാലികമായ പരിഹാരമാണ് എങ്കിലും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. അധ്വാനിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ഈ സമയം ഭാഗ്യ ദേവത കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. ഭാഗ്യം അനുകൂലമായി തീരുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കും. ഉത്രാടം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പ്രശ്നവശാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സമയമാകുന്നു. പ്രധാനമായും നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ധനക്ലേശങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും. ആശയ ഭിന്നത പല കാര്യങ്ങളിലും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ മുന്നേറുവാൻ സാധിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാകുന്നു. മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മുൻനിരയിൽ തന്നെ നിൽക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. രാഷ്ട്രീയപരമായി നോക്കുകയാണ് എങ്കിൽ സ്വാധീനം ഉറപ്പിക്കുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അഭിമാനകരമായ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുകയോ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. ബിസിനസ് പരമായ കാര്യങ്ങൾ അനുകൂലമാവുക, തൊഴിൽപരമായി കഴിവുകൾ തെളിയിക്കുവാൻ സാധിക്കുക, തൊഴിൽ മാറുക, തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാകുന്നു. അതിനാൽ ഭാഗ്യദേവത കടാക്ഷിക്കുന്ന ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അവിട്ടം നക്ഷത്രക്കാർക്കും പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ദുർഘടം എന്ന് വിചാരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു.
താൽക്കാലികമായ വരുമാനമാണ് എങ്കിൽ പോലും തുറന്നു ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വായ്പയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ സഹായധനം, സഹായം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും പ്രശംസ നേടിയെടുക്കുക, ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം പുരോഗതി വന്നു ചേരാം. കർമ്മരംഗത്ത് ഉയരുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ക്രമേണ വന്നു ചേരാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വസ്തു കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ പലരും പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കും. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ തൊഴിൽപരമോ ധനപരമോ ആയ പ്രശ്നങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പുതിയ പദവികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കലാമത്സരങ്ങളിൽ സമ്മാനങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം ജീവിതത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതായ സമയമാണ്. പ്രയത്നിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാക്കുന്നു. പ്രശ്നവശാൽ ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ്. അതിനാൽ ഈ സമയം പ്രത്യേകിച്ചും വന്നു ചേരുന്നതായ അവസരങ്ങൾ വിനിയോഗിക്കുക. ദേവിയെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. തീർച്ചയായും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് പ്രകടമാകാം. വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ശ്രമിക്കുക.